Assalamualaikum. സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എറണാകുളത്താണ്. എറണാകുളത്ത് എൻ്റെ വീട്ടിൽ നോമ്പ് തുറയാണിന്ന്. ഞാൻ വന്നത് പ്രമാണിച്ച് സിസ്റ്റേഴ്സും എല്ലാവരും ഇന്ന് ഒത്തു കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആയിക്കൊണ്ടിരിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നതിൻ്റെ വിശേഷങ്ങൾ ചെറിയൊരു മിനി വ്ളോഗായിട്ട് ഇടാമെന്ന് വിചാരിക്കണം. എല്ലാവരും നല്ല തിരക്കിലാണ്, പറ്റുന്ന പോലെ വീഡിയോസ് എടുത്തിടാം. ഓക്കെ. പിന്നെ റയാനൊക്കെ ഇതാ നോമ്പ് പിടിച്ച് അവശനായിട്ട് നിൽക്കുകയാണ്. അല്ല വേണേ, ക്ഷീണുണ്ടോ? നല്ല ക്ഷീണമുണ്ട്. സമയമായിട്ടാ നമുക്കിപ്പോൾ നോമ്പ് തുറക്കാം. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള സമയമായിക്കൊണ്ടിരിക്കണം. എല്ലാവരും സെറ്റ് ചെയ്തിരിക്കുകയാണ്. ബാങ്ക് കൊടുത്താൽ മതി നോമ്പ് തുറക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചേട്ടന്മാരൊക്കെ എല്ലാം സെറ്റാക്കി വെക്കുകയാണ്. അങ്ങനെ ബാങ്കുകൾ കേൾക്കുന്നുണ്ട്, എല്ലാവരും നോമ്പ് തുറക്കുന്നുണ്ട്. സോ എല്ലാവരും ഇപ്പോൾ എപ്പോഴൊക്കെ വെച്ച് നോമ്പ് തുറന്നോ വെള്ളമൊക്കെ കുടിച്ച് എല്ലാവരും ഉണ്ട് കേട്ടോ. ആക്ച്വലി ഞങ്ങള് വീട്ടുകാർ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 4 പെൺമക്കളാണല്ലോ. ഇപ്പൊ ഞങ്ങൾ 4 പേരും, കാക്കമാരും അളിയന്മാരും മക്കളും എല്ലാവരും, പിന്നെ ബാക്കിയുടെ പെങ്ങളും ഒരു അമ്മായിയും ഉണ്ട്. അല്ലാതെ വേറെ ആരുമില്ല, വേറെ കസിൻസ് ഒന്നുമില്ല. ഞങ്ങൾ തന്നെ ഉണ്ട് കുറച്ച് പേര്. അങ്ങനെ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് നോമ്പൊക്കെ തുറന്ന് ജ്യൂസും പലഹാരവും ഒക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് എല്ലാവരും വന്നതിന് ശേഷം ഫുഡൊക്കെ നോക്കൽക്കാർക്ക് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബീഫ് ബിരിയാണി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് എന്റെ രണ്ടാമത്തെ ഇത്താത്ത. എബി ഇവിടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. പത്തിരി ഉണ്ട്, അപ്പൊ പത്തിരിക്ക് ചിക്കൻ കറി ഉണ്ട്. അപ്പൊ അവള് ടേസ്റ്റ് ഒക്കെ നോക്കുകയാണ്. ഇത് മൂത്തിത്താത്ത എമി, അവളും പിന്നെ ഇത് മൂന്നാമത്തെ താത്ത ഷിജി. അവള് നൗഫൽക്കാർക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചത് ഇങ്ങനെ അവര് വേറെ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാണ്. അങ്ങനെ എല്ലാവരും ഒരു പണികളാണ്. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് തെക്ക് വടക്ക് നടക്കുക കേട്ടോ. പിന്നെ അവരൊക്കെ ഉണ്ടല്ലോ ചെയ്യാനൊക്കെ. സോ നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാം. ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ടൊക്കെ കണ്ടപ്പം തെത്തതട മോൻ ഫഹദ് പറയാണ് ഷൈത്താത്തേം പോയിട്ട് വിളമ്പുന്ന്. അങ്ങനെ ആ വീഡിയോയിലൊന്ന് കിട്ടട്ടെ എന്ന് പറഞ്ഞതാ. എല്ലാം കൂടി എന്നെ കളിയാക്കാണ്. ചുമ്മാ ഒന്ന് പോസ് ചെയ്തോ, വീഡിയോയിലൊന്ന് വരട്ടെ എന്ന്. എന്തായാലും വീഡിയോ എടുക്കല്ലേന്ന്. അങ്ങനെ ഞാനും വെറുതെ ഒരു ഷോപ്പിന് പിടിച്ചതാട്ടോ. അങ്ങനെ എല്ലാവരും ബിരിയാണി ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാഡി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയോ കമന്റ് തന്നെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് സെക്ഷനിലാണ് ഞങ്ങൾ എല്ലാവരും കേട്ടോ കഴിക്കുന്നത്. തത്തമാരും മുച്ചിയും മീസും ഞങ്ങളുടെ കൂടെ ഇരുന്നു. നമുക്ക് റയ്യാനൊക്കെയാണ് സെർവ് ചെയ്ത് തരുന്നത് കേട്ടോ. ഷിജിന്റെ വീഡിയോ എടുത്തപ്പോ അവള് പറയാണ് അവളുടെ പ്ലേറ്റിൽ ചോറില്ലെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ കുറച്ച് ബിരിയാണി വീണ്ടും ഇട്ടോളാൻ പറഞ്ഞു. അപ്പൊ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോ പാത്രം കഴുകുന്ന ഡ്യൂട്ടി എബി ഏറ്റെടുത്തിട്ടോ. അവള് ഒറ്റയ്ക്ക് ഇന്ന് പാത്രമൊക്കെ കഴുകാണേ. നോമ്പ് തുറക്കെ കഴിഞ്ഞത് എല്ലാരും ക്ഷീണിതരായിട്ട് പോവാണ്. മൂത്താളും ഇക്കാക്കായും പിള്ളേരൊക്കെ പോവാണ്. അവരുടെ വീട് മാഞ്ഞാലിയാണ്, പറൂര്. അപ്പൊ അവരങ്ങനെ യാത്ര പറഞ്ഞു. ഇനിയിപ്പോ രണ്ടാമത്തെ ആളും കൂടി ഉണ്ട്. അവരും കുറച്ച് കഴിഞ്ഞാൽ പോകും. അവരൊക്കെ പോയി കഴിഞ്ഞപ്പോ റയാന്റെ ബുക്കൊക്കെ എടുത്ത് പരീക്ഷയ്ക്കാണ്. പക്ഷെ അവനെന്തോ കടങ്കഥ ചോദിക്കുകയായിരുന്നു എന്നോട്. തേനീച്ച മൂളുന്നത് എന്തുകൊണ്ടാ? അതിന് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട്. ആലോചിച്ച് പറയണം. കുസൃതി ചോദ്യം. കണ്ണുള്ളവർക്കും കണ്ണില്ലാത്തവർക്കും ഒരേ പോലെ കാണാവുന്നത് എന്ത്? സ്വപ്നം. റയൻ കുറെ ചോദ്യം ചോദിച്ചിട്ടോ. ഞാൻ പക്ഷെ 1-2 ആൻസർ പറഞ്ഞെങ്കിൽ കുറച്ച് ക്രീഹയാണ് പറഞ്ഞു തന്നത്. ഫൈനലി എബിയും യാത്രയായി. പൊന്നും എബി ഇക്കാക്കായും പോയി. അവരിവിടെ തൊട്ടടുത്ത് തന്നെ ആട്ടോ താമസം. ഒരു സ്റ്റോപ്പ് വ്യത്യാസമുള്ളൂ. എല്ലാരും പോയി. പിന്നെ വീട്ടില് ഞങ്ങളും പിന്നെ മൂന്നാമത്തെ താത്തയും അഭിഷേകിച്ചു. അങ്ങനെ നമ്മുടെ നോമ്പുതറ കഴിഞ്ഞു അല്ലേ? അതെ, ഫുഡൊക്കെ കഴിച്ച് ഹെവി ആയിട്ട് അതിന്റെ ക്ഷീണത്തിലാണ്. പിരിഞ്ഞു പോയി. ഒരാള് പോവാനുണ്ട്. ഫുഡ് കഴിക്കാൻ നിൽക്കാത്ത. നമ്മള് കുറച്ച് നേരത്തെ കഴിച്ചു.
അപ്പോൾ പറ്റുന്ന അത്രയും നമ്മൾ ഇന്നത്തേൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെ, അതെ ഞങ്ങളും തിങ്കളാഴ്ച കാലത്ത് പോകും. അതെ ഇൻഷാല്ലാ. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.